ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു. ഇതിൽ രാഷ്ട്രീയമുണ്ടോ? എന്താ പ്രശ്നം? രാവിലെ 8 മണി തൊട്ട് നിങ്ങൾ SFI എന്ന് പറഞ്ഞു തുടങ്ങി. 8 മണി തൊട്ട് ഉച്ചയ്ക്ക് ശേഷം KSUവിന്റെ നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ U-ടേൺ എടുത്തു നിങ്ങളും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ. എന്താ എടുത്തത്? ഇതിൽ രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. നിങ്ങൾ പിന്നീട് എന്താക്കി? അത് പൂർവ്വ വിദ്യാർത്ഥിയാക്കി, വിദ്യാർത്ഥികളാക്കി. അതുവരെ SFIയെ നിങ്ങൾ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ വിശദീകരിച്ചല്ലോ. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ. നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ? അത് ചെന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ പൂർണ്ണമായും നിങ്ങൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ അസത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. KSUവിന്റെ നേതാവായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം. ഇന്ന് അറസ്റ്റ് ചെയ്തല്ലോ. തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കൈരളി എന്ന മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ? നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണോ? കൈരളി പറഞ്ഞാൽ KSU ആവില്ല എന്നായിരുന്നു. കൈരളി പറഞ്ഞ് KSU ആവണ്ട. എന്നാൽ ഈ ഫോട്ടോകളും ഈ സത്യങ്ങളും അവർ KSU ആണെന്ന് തെളിവാക്കുന്നു. അത് ഭൂമുഖത്ത് എത്ര തവണ നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും.